സുഹൃത്തുക്കളെ, സ്മൃതി മണ്ഡപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറയുന്നത് ഒരു ഇൻഡോ ആംഗ്ലിക്കൻ കഥയാണ്. ഈ കഥ ഞാൻ എഴുതി തുടങ്ങിയിട്ടില്ല. ഇതെൻ്റെ മനസ്സിലാണ്. മനസ്സിൽ കണ്ട പുണ്യാക്ഷരങ്ങളെ കൊണ്ട് പറയാനാണ് ഉദ്ദേശിച്ചത്. പിന്നീട് അത് കഥാപ്രസംഗ രൂപത്തിലാക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ കഥയ്ക്ക് ഒരു മനോഹരമായ പേര് ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ചു. ആ കഥയുടെ പേരാണ് സി. കടൽ. കടലും കപ്പലും രണ്ടും ഷീയാണ് കടൽ, ഷീയാണ് കപ്പൽ. എന്താ കാരണം? ഈ സ്ത്രീയും കടലും ചഞ്ചലമാണ്, അചഞ്ചലമല്ല. അതുകൊണ്ടാണ് ഷീ എന്ന് പറയാൻ കാരണം. നമ്മുടെ കഥയുടെ പേര് തന്നെ സി. വരയാടുകളുടെ പ്രജനന കാലത്ത് മൂന്നാറിൽ ജാപ്പനീസ് പെൺകുട്ടി വന്നു. മിയ സമീര. അവളുടെ പേര് മിയ സമീര എന്നാണ്. ഹരിചന്ദ്രലാൽ ബംഗാളിയാണ്. ഒരു ആക്സിഡന്റിൽപ്പെട്ടു ഹരിചന്ദ്രലാലിന്റെ കുടുംബം നഷ്ടപ്പെട്ടു, ഒരു കാര്യം നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇന്ന് മൂന്നാറിലൂടെ ലോട്ടറി വിറ്റ് നടക്കുകയാണ്. അപ്പോഴാണ് മിയ സമീറിനെ ഹരിചന്ദ്രലാൽ കാണുന്നത്. ഹരിചന്ദ്രലാലിന്റെ കൂട്ടും മിയ സമീര എടുത്തു. ഹരിചന്ദ്രലാലിനെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ സംസാരം, ആ പെരുമാറ്റം അവളുടെ മനസ്സിലൂടേക്ക്. അങ്ങനെ അവർ സുഹൃത്തുക്കളായി. എന്തോ ഒരു അടുപ്പം അവരെ പരസ്പരം അടുപ്പിച്ചു. ആ അടുപ്പത്തിൻ്റെ പേരാണല്ലോ അനുരാഗമെന്ന്. ഒരനുരാഗം അവർക്ക് തമ്മിലുണ്ടായി. എല്ലാ പ്രജനനകാലത്തും വരയാടുകളുടെ പ്രജനനാർത്ഥം വർഷത്തിലൊരിക്കൽ മിയ വരാറുണ്ട്. നീലക്കുറിഞ്ഞ് പൂക്കുമ്പോൾ വരാറുണ്ട്. വരയാടുകളുടെ പ്രജനനകാലത്ത് ഫോട്ടോ എടുക്കാൻ വരാറുണ്ട്. വലിയ ഫോട്ടോഗ്രാഫറാണ്, ജപ്പാനിലെ വലിയ ഫോട്ടോഗ്രാഫറാണ് മിയ സമീര. ഈ വർഷവും ഫോട്ടോഗ്രാഫി എടുക്കാൻ വന്നിട്ട് അവൾ ഹരിചന്ദ്രലാലിനോട് യാത്ര ചോദിക്കാൻ അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും കപ്പൽ മേരിക്കൂൽ എന്ന കപ്പലിൽ അവൾ തിരിച്ചു പോവുകയാണ്. അവളെ കൊണ്ടാക്കാനായിട്ട് ഹരിചന്ദ്രലാൽ ആ തുറമുഖത്ത് വന്നു. പരസ്പരം കൈവീശി യാത്ര പറഞ്ഞു. അവളുടെ കണ്ണുകൾ നനഞ്ഞു. മിസ്റ്റർ ഹരിചന്ദ്രലാൽ, ഞാൻ തിരിച്ചു വരും. മലയാളം മിയയ്ക്ക് നല്ലപോലെ അറിയാം. മിയയുടെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് മലയാളികളായ പെൺകുട്ടികൾ മിയെ മലയാളം നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, എഴുതാനും വായിക്കാനും സംസാരിക്കാനും. പക്ഷേ സുപ്രസിദ്ധമായ ഒരു പ്രൊജനുണ്ടല്ലോ അന്യഭാഷയിലേക്ക്. അവൾ പറഞ്ഞു, ഹരിചന്ദ്രൻ